ഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു GPS മൗണ്ട്. ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു 3 പീസായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഇതുപോലുള്ള മെയിൻ ഫ്രെയിമും അതിൻ്റെ സെൻറ്ററിൽ ഒരു റോഡും വരുന്നുണ്ട്. ഇത് മൂന്നും നമുക്ക് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബൈക്കിൻ്റെ വൈസർ റിമൂവ് ചെയ്യുക. വൈസർ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ വരുന്ന ഈ ഒരു 2 സ്ക്രൂ റിമൂവ് ചെയ്യുക. ഇവിടെ കൂടെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു നെറ്റും കൂടെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ബൈക്കിൽ വരുന്ന സ്റ്റോക്ക് ബോൾട്ട് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു GPS മൗണ്ട് നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മൊബൈൽ ഹോൾഡറും കൂടി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സ്പൾസിൽ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിത്തൗട്ട് ചാർജർ ഉള്ള ഒരു മൊബൈൽ ഹോൾഡറാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് റോഡിലോട്ടും മൊബൈലിലോട്ടുള്ള വ്യൂ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കുനിഞ്ഞ് ഈ ഒരു ഹാൻഡലിൻ്റെ ഭാഗത്തോട്ട് നോക്കേണ്ടി വരും. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് മൊബൈലിൻ്റെ നാവിഗേഷനൊക്കെ നോക്കി പോകാൻ പറ്റും കേട്ടോ. ഇതുപോലെ എക്സ്പൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഏതെങ്കിലും മച്ചാമാരുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ അവരുടെ ഈ ഒരു GPS മൗണ്ട് വാങ്ങി വെച്ച് റൈഡൊക്കെ അടിപൊളിയായിട്ട് പോകാനായിട്ട് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യാൻ മച്ചാമാരെ. അപ്പം GPS മൗണ്ടൊക്കെ വേണ്ടവർ എനിക്ക് DM ചെയ്യുക. അടിപൊളി.